സഹൃദയരെ ഭക്ഷണ വിശ്വാസികളെ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും മികച്ച ബിരിയാണി ഏത് എന്നുള്ള എന്റെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് പോളിൽ നിന്നുള്ള റിസൾട്ട് നോക്കി ആൾക്കാർ സജസ്റ്റ് ചെയ്തത് വെച്ചിട്ടുള്ള ഷോപ്പിൽ പോയി ഞാൻ എന്റെ റിവ്യൂ ചെയ്തതാണ് ഈ വീഡിയോ. നോട്ട് ഓൺലി ദ ബിരിയാണി ബട്ട് ആൾസോ ദ ഷോപ്പ് കംപ്ലീറ്റ് ഒരു റിവ്യൂ ആണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സജഷൻ വന്നേക്കുന്ന ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഒന്ന് സംസം, പിന്നെ വന്നേക്കുന്ന പാരഗൺ. പക്ഷെ ഇത് രണ്ടും മാത്രമല്ലാതെ ഒരുപാട് നല്ല ഷോപ്സ് വേറെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറിയ ചെറിയ ഷോപ്സുകൾ നല്ല ബിരിയാണി കിട്ടുന്ന എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രം സ്റ്റൈൽ ബിരിയാണി കിട്ടുന്ന ഷോപ്പുകളും സജഷനിൽ വന്നിട്ടുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരുവനന്തപുരത്ത് പോകാൻ ഇഷ്ടപ്പെടുന്ന പ്ലേസ് ഇത് രണ്ടുമാണെന്നുള്ള വേർഡിക്റ്റിലാണല്ലോ, ആയിരിക്കണമല്ലോ ഇവർ ഇത്രയും പേര് ഇതിനെ സജസ്റ്റ് ചെയ്തത്. ഇതിൽ തന്നെ എനിക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് വന്നത് ആസാദും അജുവയുമാണ്. ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള 4 ഞാൻ സെലക്ട് ചെയ്തത്. അതായത് സംസം, പാരഗൺ, ആസാദ്, അജുവ ഈ 4 ഷോപ്പാണ് ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞതും. അതിൽ നിന്ന് ഞാൻ പോൾ ഇട്ടതിൽ ഏറ്റവും കൂടുതൽ സെലക്ഷൻ വന്നത് സംസം. ഓഫ് കോഴ്സ് പാരഗൺ എല്ലാവർക്കും അറിയാം, കോഴിക്കോട് പാരഗൺ ഭയങ്കര ഫേമസ് ആണ്. ബിരിയാണിയുടെ ഒരു ബെഞ്ച് മാർക്ക് തന്നെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അവർ തന്നെയാണ്. ആ ഷോപ്പ് എന്തായാലും ഇവിടെ റെക്കമെൻഡേഷൻ വന്നതിൽ തെറ്റൊന്നുമില്ല. ബട്ട് ഇത് വോത്താണോ ബിരിയാണി എന്ന് പറയുമ്പോൾ പാരഗൺ തിരുവനന്തപുരം ലുലുവിനകത്തുള്ള പാരഗണിലാണ് പോയത്. അതേപോലെ സംസം കഴക്കൂട്ടത്തുള്ള സംസമിൽ പോയിട്ടാണ് ഞാൻ കഴിച്ചത്. ഇതിനെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയി കഴിക്കുന്ന റെസ്റ്റോറന്റ് തിരഞ്ഞെടുക്കുന്നില്ല. ഞാൻ കുറച്ച് വൃത്തിയുള്ള ഹൈജീനുള്ള അധികം തിരക്കില്ലാത്ത പാർക്കിംഗ് സൗകര്യമൊക്കെ ഉള്ള റെസ്റ്റോറന്റ് ആണ് ഞാൻ പൊതുവെ തിരഞ്ഞെടുക്കാറ് പേഴ്സണലി. വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ ആ രീതിക്ക് നോക്കുവാണെങ്കിൽ ഈ 2 റെസ്റ്റോറന്റിലും പാർക്കിംഗ് സ്പേസ് ഒക്കെ വളരെ അധികമാണ്. കാരണം ഒരെണ്ണം ലുലുവിനകത്താണ് ഉള്ളത്, പിന്നെ ഒരെണ്ണത്തിന് അത്യാവശ്യം പാർക്കിംഗ് ഉള്ളൂ. സംസമിന് അത്യാവശ്യം പാർക്കിംഗ് ഉള്ള ഒരു റെസ്റ്റോറന്റ് തന്നെയാണ്. സംസമിന്റെ ഫ്രണ്ടിൽ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. അത് കഴിഞ്ഞാൽ കുറച്ച് വേണമെങ്കിൽ നമുക്ക് കൊണ്ട് മാറി വേറൊരു സ്ഥലത്തോട്ട് പാർക്ക് ചെയ്യാനുള്ള സിസ്റ്റം അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. പാരഗണിനകത്ത് കയറി കഴിഞ്ഞാൽ ലുലുവിന്റെ പാർക്കിംഗ് നമുക്ക് അറിയാലോ. അപ്പോൾ അതിനകത്ത് ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട്. പക്ഷെ ഒരു ബിരിയാണി കഴിക്കാൻ വേണ്ടി മാത്രം നമ്മൾ പാരഗണിനകത്ത് പോകുമോ, ലുലു പാരഗണിൽ പോകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നമുക്ക് വീഡിയോ അവസാനം പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പോയത് ലുലുവിനകത്താണ്. ഏകദേശം ഒരു 11 മണി സമയമാണ് ഞാൻ ഇറങ്ങിയത്. 11:30 തന്നെ ലുലുവിനകത്ത് എത്തി. അവിടെ നിന്ന് പാരഗണിനകത്ത് നിന്ന് ഒരു ബിരിയാണി ഓർഡർ ചെയ്തു. 315 റുപ്പീസാണ് ഒരു ബിരിയാണിക്ക് എനിക്ക് ചാർജ് ചെയ്തത്, ഒരു ഫുൾ ബിരിയാണി ചിക്കൻ വേണ്ടി. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയൊരു എമൗണ്ട് ആണ്. ഒരു ബിരിയാണി വാങ്ങിച്ചതിന് വേണ്ടി മാത്രം ഒരിക്കലും ഒരാൾ അവിടെ പോയി കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് ഓത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പാരഗണിന്റെ ഒത്തന്റിക് ബിരിയാണി അല്ലെങ്കിൽ പാരഗൺ സ്റ്റൈൽ ഒരു ബിരിയാണിയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്, ലോകത്തിലെ ഏറ്റവും നല്ല റെസ്റ്റോറന്റുകൾ എന്ന പട്ടികയിൽ, ടേസ്റ്റ് അറ്റ്ലസിന്റെ പട്ടികയിൽ വന്ന റെസ്റ്റോറന്റിൽ നിങ്ങൾക്ക് ഒരു ബിരിയാണി കഴിക്കണം, അത് നിങ്ങൾ കഴക്കൂട്ടമുള്ള ഒരാളാണ്. തിരുവനന്തപുരത്ത് 2 ഔട്ട്ലെറ്റാണ് ഉള്ളത് ഇവർക്ക്. ഒരെണ്ണം അത് കേശവദാസപുരം എത്തുന്ന ആ പരിസരത്ത് എവിടെയാണ്, പിന്നെ ഉള്ളത് ലുലുവിനകത്ത് ഈ റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബിരിയാണി നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷനിൽ അവിടെ 315 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ഒരു ഫുൾ ബിരിയാണി കിട്ടും. ഹാഫ് ബിരിയാണി ഏകദേശം 200+ റേറ്റിൽ ഒരു ഹാഫ് ബിരിയാണിയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അവരുടെ മെനു അവിടെ വലിയ വൈഡ് വെറൈറ്റീസ് ഓഫ് മെനു ഒന്നുമില്ല, കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് മാത്രമേ അവർക്ക് ഇവിടെ ഉള്ളൂ. പിന്നെ അവരുടെ ലുലുവിന്റെ ഔട്ട്ലെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ ലുലുവിനകത്ത് എല്ലാതും മിക്കതും പ്രൊമോഷണൽ രീതിയിലുള്ള ഒരു ഔട്ട്ലെറ്റും കൂടിയാണ് അവർ പൊതുവെ എല്ലാവരും അവിടെ ഇടാറുള്ളത്. സോ ഒരു വലിയൊരു ബ്രാൻഡ് അവിടെ വന്നൊരു റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ അവരുടെ ഒരു സർവീസ് അവിടെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് അവരുടെ പ്രൊമോഷന്റെ ഭാഗം കൂടി ആയിരിക്കും. പിന്നെ ഇവരുടെ സർവീസ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു സർവീസാണ്. സ്റ്റാഫൊക്കെ വളരെ അറ്റൻറ്റീവ് ആയിരുന്നു. ഒരു ഫൈൻ ഡൈനിങ് റെസ്റ്റോറന്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ കാൽക്കുലേറ്റ് ചെയ്യാം. അവരെല്ലാം വന്ന് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് വളരെ അധികം തിരക്ക് കുറവായിരുന്നു. അത്ര തിരക്കൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ അവിടെ. ഇനി ഏകദേശം ഒരു 15-20 മിനിറ്റോളം എൻ്റെ അടുത്ത് അവർ പറഞ്ഞു ഒരു ബിരിയാണി അവർക്ക് തരാനായിട്ട്. എന്തായാലും ബിരിയാണി അവർ ഓർഡർ ചെയ്ത് ടേക്ക് അവേ എന്ന് പറഞ്ഞപ്പോൾ ഒരു 50 മിനിറ്റ്സ് പറഞ്ഞു. 50 മിനിറ്റ്സോളം ഏകദേശം എടുത്തു. വളരെ തിരക്ക് കുറവായിരുന്നെങ്കിൽ പോലും അത്രയും സമയം എടുത്തിട്ടാണ് എനിക്ക് ഒരു ബിരിയാണി തന്നത്. അതൊന്നും ഒരു പ്രശ്നമുള്ള കേസല്ലോ. ഞാൻ പറഞ്ഞതാണ്, ഓരോ റെസ്റ്റോറന്റ് ഒരു മിനിമം ഒരു 50 മിനിറ്റ്സ് ഒക്കെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് ഡൈനിങ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ചിലപ്പോൾ ടേക്ക് അവേ ആണെങ്കിലും അതിന് മുന്നേ കിട്ടാതിരിക്കും. സോ ഒരു മിനിമം ടൈം അവർ പറയും. ഇതെന്തായാലും എൻ്റെ അടുത്ത് 50 മിനിറ്റ്സ് പറഞ്ഞെങ്കിൽ ആ സമയത്താണ് എനിക്ക് ബിരിയാണി കിട്ടും. ഞാൻ അതോടെ അവിടെ വെയിറ്റ് ചെയ്തു. ഇനി റെസ്റ്റോറന്റ് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു പൊടി പോലും കാണാൻ പറ്റില്ല. സ്റ്റാഫ്സ് നിന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. രാവിലെ തന്നെ ആയതുകൊണ്ട് തന്നെ ഒരു ഓപ്പൺ സമയം കൂടെ ആയിരുന്നു. അപ്പോൾ വൃത്തിയായി നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ബാത്റൂം വാഷ് ഏരിയൊക്കെ ഭയങ്കര പക്ക പെർഫെക്റ്റ് ആണ്, ഒരു പ്രശ്നമില്ല. ഈവൻ ക്ലോസറ്റ് ഒക്കെ പോലും എനിക്ക് വളരെ ബ്രാൻഡുമായിട്ട് ഫീൽ ചെയ്തു. ലുലുവിനകത്ത് കൂടെ ആയതുകൊണ്ട് അവർ വളരെ നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. അതിനകത്ത് വരുന്ന കസ്റ്റമേഴ്സ് ഒക്കെ എന്തായാലും കുറച്ച് അത്യാവശ്യം സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ തന്നെയായിരിക്കും ലുലുവിനകത്തുള്ള പാരഗണിലൊക്കെ വന്ന് ഫുഡ് കഴിക്കാൻ അല്ലെങ്കിൽ ലുലുവിന്റെ ഫുഡ് കോർട്ടിലൊക്കെ പോകുന്നത്. നമ്മളൊന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയൊക്കെ തിരുവനന്തപുരത്തുകാർക്ക് വേറൊരു പ്ലേസ് ഇല്ലാത്തത് കൊണ്ട് മിക്കുള്ളവരും ലുലുവിലൊക്കെ തന്നെ ആയിരിക്കും പോകുന്നത്. സോ അവരെന്തായാലും സ്പെൻഡ് ചെയ്യും. അവർ കൊടുക്കുന്ന റെന്റിനെയും അവർ തരുന്നൊരു സർവീസും വെച്ചിട്ട് ഒരു 315 രൂപ ബിരിയാണി അവർ അവിടെ നിന്ന് സെർവ് ചെയ്തേയും നമ്മൾ ടേക്ക് അവയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും ആ പൈസ സ്പെൻഡ് ചെയ്യാനുള്ള ആൾക്കാർക്ക് മാത്രമേ അതിനകത്ത് കയറി അത് വാങ്ങാൻ പറ്റൂ എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ സാരം. അതൊരു വലിയ പ്രൈസ് ആണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ നിന്ന് ആ പ്രൈസിന് ഒരിക്കലും നമുക്ക് ആ പ്രൈസ് കൊടുത്തൊരു ബിരിയാണി കഴിക്കാൻ വേണ്ടി മാത്രം അവിടെ പോകാൻ പറ്റില്ല. പാരഗണിന്റെ ബിരിയാണി കഴിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു കേശവദാസപുരം ഔട്ട്ലെറ്റിൽ ഇതിനേക്കാളും വില കുറവായിരിക്കണം. ഒരു 250 രൂപ അല്ലെങ്കിൽ 220 റുപ്പീസിനോ അല്ലെങ്കിൽ ഒരു ഹാഫ് ബിരിയാണി ഒരു ബിറ്റ്വീൻ 200 to 100 ഒരു ഹാഫ് ബിരിയാണി കിട്ടും. 250 ഒരു ഫുൾ ബിരിയാണിയും കിട്ടാൻ സാധ്യത അവിടെ ഉണ്ട്. എനിക്ക് എന്റെ റേറ്റ് കൃത്യമായിട്ട് അറിയില്ല. ഒരു സമയത്ത് ഒരു ഫുഡിന്റെ പ്രാന്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന പ്രാന്തൊക്കെ ഉള്ള സമയത്ത് പാരഗണിൽ പോകാൻ വേണ്ടി മാത്രം തിരുവനന്തപുരത്ത് നിന്ന് ബൈക്ക് ഓടിച്ച് കോഴിക്കോട് പോയി പാരഗൺ ബിരിയാണി ക്യൂ നിന്ന് കഴിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അപ്പൊ അന്ന് അത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നെയാണ്. പറയും ഒരു പോപ്പുലാരിറ്റി ഈ പാരഗൺ അന്നേ ഉണ്ട്. അപ്പൊ അവരുടെ ബിസിനസിനെ പറ്റിയും അവർ ഉപയോഗിക്കുന്ന ഫുഡിന്റെ പ്രോഡക്ട്സിന്റെ ക്വാളിറ്റിയെ പറ്റിയൊന്നും നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല. അവർ അത്രയും ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് ഉപയോഗിക്കുന്നത്. സോ അതനുസരിച്ച് അവർ ചാർജും ചെയ്യുന്നുണ്ട്. ഇത്രയും വർഷം ഒരു റെസ്റ്റോറന്റ് ഇതേപോലെ നിലനിർത്തിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ ചില്ലറ പണിയൊന്നുമല്ല. ടേസ്റ്റ് അറ്റ്ലസിന്റെ പട്ടികയിൽ 11th or 9th ആയിരുന്നെന്നാണ് ഞാൻ കേട്ടത്. പക്ഷേ ഇവരുടെ മെനുവിന്റെ മുകളിൽ അവരിപ്പോൾ 5th എന്ന് എഴുതിയിട്ടുണ്ട്. 2020-2024 വെച്ചിട്ട് അതിന്റെ കണക്ക് പ്രകാരം ഇവർ 5th സ്ഥാനത്താണ് ഉള്ളതെന്നാണ് അവരുടെ മെനുവിൽ ഞാൻ കണ്ടത്. സോ ഇനി ഇവരുടെ ബിരിയാണി അത് നമുക്ക് കഴിച്ചുകൊണ്ട് പറയാം. മഴ, റൈത്ത, ചട്നിയല്ല ചമ്മന്തി, then some pickle and rice. So guys, ഒരു ചിക്കൻ പീസ്, ഒരു ലെഗ് പീസ് ഉണ്ട്,
2 പീസുണ്ട്. ഒരു 500 ഗ്രാം റൈസും ഒരു 70 അല്ലെങ്കിൽ 80 വെച്ചിട്ടുള്ള മേ ബി ഒരു 100 മാക്സിമം 100 ഗ്രാം ഒരു 100 ഗ്രാമിൻ്റെ ഒരു ചിക്കൻ പീസും ഒരു 70 ഗ്രാം 80 ഗ്രാം റൈത്തയും പിക്കിളും ഒക്കെ ഉണ്ടല്ലോ. പപ്പടമില്ല, ഒരു പപ്പടം തരുന്ന സ്വഭാവം വരച്ചില്ലല്ലോ. മലബാർ സ്റ്റൈൽ ബിരിയാണി പപ്പടമില്ല. റൈത്ത കുറച്ച് എടുക്കുക, ഇങ്ങനെ നല്ല കട്ടി ഒരു പീസ് അതിൻ്റെ മുകളിൽ കൂടി ഇടുക. നല്ല മഴ. ഈ സാധനം പൊതുവെ ഞാൻ കഴിക്കാറില്ല കേട്ടോ. എനിക്ക് ആക്ച്വലി ഈ സാധനം കഴിച്ചത് കൊണ്ട് എനിക്കറിയില്ല, എനിക്ക് ബിരിയാണിയുടെ കൂടെ ഈ സാധനം ഇത്രക്കാലം കൂടുതൽ പപ്പടം ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരുന്നു. നമ്മൾ അത് കഴിച്ച് ശീലിച്ചുകൊണ്ടായിരിക്കും. പക്ഷെ ഇത് എനിക്ക് പ്രത്യേകിച്ച് കിട്ടിയത് കൊണ്ട് ഈ ബിരിയാണിയുടെ കൂടെ അതിൽ ആ ഒരു ടേസ്റ്റ് ആയിട്ടൊരു സാധനം ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ കഴിക്കാറുണ്ട്, പക്ഷെ എനിക്കൊരു പ്രത്യേക വികാരമൊന്നും ഇത് കഴിച്ചുകൊണ്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഇത് ഞാൻ ആദ്യമായിട്ടൊരു തലശ്ശേരി ദം ബിരിയാണി കഴിച്ച സമയത്താണ് എൻ്റെ ഓർമ്മയിൽ എനിക്ക് ഈ ഒരു അച്ചാർ വരുന്നത്. ഞാൻ അതിന് മുന്നേ കഴിച്ചിട്ടില്ല. അന്ന് ഞാൻ കഴിച്ചപ്പോൾ കിടിലൻ സാധനം എന്ന് ഞാൻ പറഞ്ഞു പോയി. അന്ന് ഞാൻ ആ കഴിച്ചത് കുറച്ചൊരു ഡാർക്ക് കളർ സാധനം വരുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. റൈസ് മാത്രമായിട്ട് കഴിക്കാൻ പറ്റൂല. ലുലുവിലൊക്കെ വരുമ്പോൾ നമ്മൾ അത്യാവശ്യം കാശൊക്കെ പൊട്ടിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ബാരഗണിലുള്ള ഒരു സർവീസും അവരുടെ ഒരു ഐക്കോണിക് വേൾഡ് ബെസ്റ്റ് ബിരിയാണികളിൽ അല്ലെങ്കിൽ വേൾഡ് ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് ഒരു ബിരിയാണി നമ്മൾ വാങ്ങിച്ച് കഴിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഉറപ്പായിട്ടും ലുലുവിനകത്തുനിന്ന് ഒരു ബിരിയാണി വാങ്ങിച്ച് കഴിക്കാം. പക്ഷെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് ഒരുപാട് നല്ല ഷോപ്സുകളുണ്ട്. പക്ഷേ ആൾക്കാരായിട്ട് റെക്കമെൻഡ് ചെയ്ത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഷോപ്പിൽ കയറിയത്. എന്നെ കൊണ്ട് 2 ബിരിയാണി ഫുള്ള് കഴിക്കാൻ പറ്റില്ല. ഞാൻ അത്രയും വലിയ വയറുള്ള ആളല്ല. ഈ ഒരു ബിരിയാണി ഫുള്ള് ഞാൻ കഴിക്കും. ദെൻ നമുക്ക് സംസമിൽ ഒരു ബിരിയാണി വാങ്ങിക്കാം. അത് കുറച്ച് കഴിച്ച് ടേസ്റ്റ് ഒക്കെ നോക്കി ശേഷം വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാം. അപ്പൊ ശരി. ഓക്കെ, ശരിക്കും പാരഗണിന്റെ ബിരിയാണിയിൽ ഡാൽഡയോ നെയ്യോ മേ ബി ലൈക്ക് ആ സ്മെല്ല് ഭയങ്കര ഡാൽഡയുടെ ഫീൽ. ഡാൽഡയുടെ അംശം വളരെ കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്. അത് ഹെൽത്തിന് അത്ര നല്ലതല്ല, പക്ഷെ അത് ടേസ്റ്റ് നല്ലപോലെ കൊടുക്കും. പിന്നെ ഇവർ ഉപയോഗിക്കുന്ന റൈസ് എന്ന് പറഞ്ഞാൽ ജീര റൈസ് ആണ്, അറിയാലോ, ചെറിയ റൈസാണ് ഉപയോഗിക്കുന്നത്. ആ റൈസ് നമുക്ക് വെറുതെ കഴിക്കാൻ പോലും ഭയങ്കര ടേസ്റ്റാണ്. ഇവർ ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അവരെ ബിരിയാണി എടുത്ത് കഴിച്ചാൽ ചിക്കൻ്റെ പീസും നമ്മൾ ആ റൈസും ഒക്കെ എടുത്ത് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ക്വാളിറ്റി മനസ്സിലാവും. ഇവർ ക്വാളിറ്റി ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാതെയാണ് ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. ഞാൻ അവരുടെ റെസ്റ്റോറൻറ്റിനകത്ത് പോയപ്പോൾ തന്നെ ഒരു മൊയ്ത്തോ ഒക്കെ അടിക്കുന്ന സിറപ്പുണ്ട്. ആ സാധനത്തിന്റെ ആ സിറപ്പുകൾ പോലും പുറത്തിരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ്. നമ്മളിവിടേക്ക് അടിക്കുന്ന സാധനങ്ങൾ അത്രയും ക്വാളിറ്റി ചെയ്ത്, പക്ഷെ അവർ അത്രയും പൈസ അവർ ചാർജ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓഫ്കോഴ്സ് ആ ഡിഫറൻസ് നമ്മൾ കുടിക്കുന്ന സാധനത്തിനകത്തോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന സാധനത്തിനകത്ത് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. മാപ്പിള സ്റ്റൈൽ ബിരിയാണി, അതായത് ചിക്കൻ ലഗൂൺ, ഇവർ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ചിക്കൻ ലഗൂൺ ആണ് ഇവർ ചെയ്യുന്നത്. ലഗൂൺ എന്ന് പറയുമ്പോൾ നമ്മൾ ദം ബിരിയാണിയും ലഗൂൺ ബിരിയാണിയും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് കൃത്യമായി ചോദിച്ചു കഴിഞ്ഞാൽ, ദം ചെയ്യുമ്പോൾ ലെയർ ആയിട്ടാണ് നമ്മൾ ചിക്കൻ റൈസ് അടിക്കി പോകുന്നത്. മറ്റേത് ചിക്കന്റെ മുകളിൽ റൈസ് ഇട്ടിട്ട് അതിനെ റൈസ് ദം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ്. പിന്നെ കോഴിയുടെ നമ്മളിടുന്ന ചിക്കന്റെ ഒരു ഏജിലുള്ള ഡിഫറൻസ് ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് ഈ ലഗൂൺ ബിരിയാണി നോർമൽ ദം ബിരിയാണി തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ മലബാർ സ്റ്റൈൽ തലശ്ശേരി ദം ബിരിയാണി ഒക്കെ ഡിഫറൻറ്റ് ആണ്. അപ്പോൾ അതിനൊക്കെ ഓരോ ഡിഫറൻറ്റ് സ്റ്റൈൽ മേക്കിംഗ് സ്റ്റൈലാണ് ഇതെല്ലാം. ആക്ച്വലി ഇതെല്ലാം മാപ്പിള സ്റ്റൈൽ ബിരിയാണീസ് ആണെങ്കിൽ പോലും ഇതിന്റെ ഓരോന്നിന്റെ മേക്കിംഗ് സ്റ്റൈൽ ഡിഫറൻറ്റ് ആയതുകൊണ്ടാണ് ഇതിനെ ഒരു ലഗൂൺ ബിരിയാണി എന്നും മറ്റേ തന്നെ നമ്മൾ ദം ചിക്കൻ മലബാർ സ്റ്റൈൽ ബിരിയാണി ദം ബിരിയാണി എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. സോ അപ്പോൾ ഇവര് പാരഗൺ സെർവ് ചെയ്യുന്നത് ലഗൂൺ സ്റ്റൈൽ ബിരിയാണിയാണ്. ആക്ച്വലി ചിക്കൻ ലഗൂൺ ബിരിയാണിയാണ് ഇവർ സെർവ് ചെയ്യുന്ന സാധനം. സോ ഇനി ഇത് കഴിക്കുന്നത് ഓത്താണെന്ന് വെച്ചാൽ അഫ്കോഴ്സ് ഇത് കഴിക്കുന്നത് ഓത്താണ്. നല്ലൊരു ബിരിയാണിയാണ്. നമുക്ക് ബിരിയാണിയിൽ കുറ്റമൊന്നും പറയാനൊന്നും പറ്റില്ല. നമ്മൾ നല്ലൊരു ബിരിയാണി കഴിച്ചൊരു ഫീൽ നമുക്ക് കിട്ടുകയും ചെയ്യും. പക്ഷെ 315 രൂപ കൊടുത്ത് നമ്മളൊരു ബിരിയാണി കഴിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളാണ് തീരുമാനിക്കാനുള്ളത്. അതാ ഞാൻ പറയാം, അതിന് ഇവർക്ക് ഇവിടെ കേശവദോസര അടുപ്പിച്ച് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പോയി കഴിക്കാൻ വേണ്ടി ഇത്ര റേറ്റ് കാണാൻ സാധ്യത ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ലുലുവിനകത്ത് വന്ന് എന്തായാലും നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വന്നിരുന്ന് കഴിച്ചൊരു 2 പേര് കഴിച്ചാൽ തന്നെ 600 രൂപ പോയി. ഇവിടെ സാധാരണക്കാരൻ ഒരിക്കലും ഈ പ്രൈസ് അവർ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും അത് റെക്കമെൻഡ് ചെയ്യത്തില്ല. ശരിക്കും നമുക്കൊക്കെ ഒരു ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വിചാരിക്കുന്ന ഒരു ബിരിയാണിയുടെ ഹൈ ലെവൽ ബിരിയാണി എന്ന് പറഞ്ഞാൽ മലബാർ സ്റ്റൈൽ ബിരിയാണി തന്നെയാണ്. നമുക്ക് തിരുവനന്തപുരം സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ തെക്ക് വടക്കോട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരു ബിരിയാണി സത്യം പറഞ്ഞാൽ പേഴ്സണലായിട്ട് പറയാനായിട്ട് ഉണ്ടോ എനിക്കറിയില്ല. ആക്ച്വലി നമുക്ക് നമ്മുടെ ഒരു സ്റ്റൈൽ ബിരിയാണി എന്ന് പറയാനായിട്ട് ഒരു ഷോപ്പ് ഇവിടെ സെർവ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് അത്രയും അറിവില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കമന്റ് ബോക്സിൽ പറഞ്ഞു തരണം. നമ്മൾ തിരുവനന്തപുരം അല്ലെങ്കിൽ തെക്ക് സ്റ്റൈൽ ഒരു ബിരിയാണി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ. സോ അല്ലാതെ പോലും ആൾക്കാർ റെക്കമെൻഡ് ചെയ്യുന്ന പല ബിരിയാണിയും അസാദും അജുവയും സെർവ് ചെയ്യുന്നത് മലബാർ സ്റ്റൈൽ ബിരിയാണീസ് ആണ്. അത് മാത്രമല്ല ഇവിടെ നമുക്ക് തമിഴ്നാട് സ്റ്റൈൽ ഒരുപാട് ബിരിയാണി ഉണ്ട്. ഇവിടെ ആസിഫെ ബിരിയാണി ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആസിഫെ ബിരിയാണി. വൺ ഓഫ് ദ ബെസ്റ്റ് ബിരിയാണി നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലോ കേരളത്തിൽ തന്നെ കിട്ടുന്ന ബെസ്റ്റ് ബിരിയാണികളിൽ ഒരെണ്ണമാണ് ആസിഫെ ബിരിയാണി. തമിഴ്നാട് സ്റ്റൈലിൽ ഏത് തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി അതിന്റെ മുമ്പ് കൊണ്ടുവച്ചാലും അത്രയും ബെറ്റർ ആയിട്ടുള്ള ഒരു ബിരിയാണി അല്ലെങ്കിൽ അതിനെ വെല്ലുന്ന ഒരു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി വേറെ ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ ഒരുപാട് സ്റ്റൈൽ ഇവിടെ കഴിച്ചിട്ടുണ്ട്. ഏതൊക്കെ സ്റ്റൈൽ ബിരിയാണീസ് ഇവിടെ സെർവ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് മലബാർ സ്റ്റൈലിൽ ഒരു ബിരിയാണി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പാരഗണോ അല്ലെങ്കിൽ അതുപോലെ സ്റ്റൈലിൽ വന്നിരിക്കുന്ന സിമിലർ സ്റ്റൈൽ ബിരിയാണി തന്നെയാണ് നമ്മുടെ മനസ്സിൽ ബിരിയാണി എന്ന് പറയുമ്പോൾ വരുന്നത്. ഭക്ഷണ കാര്യത്തിൽ ഒരു പക്ഷേ ബിരിയാണി പോലത്തെ നോൺ വെജ് ഫുഡ് ഐറ്റംസിന്റെ കാര്യത്തിൽ ഒരു പക്ഷേ അവരായിരിക്കണം ഈ സൈഡിനേക്കാളും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. പല സാധനങ്ങളും അവർ പ്രിപ്പയർ ചെയ്യുന്നതും അവരുടെ ടേസ്റ്റ് വേർഡ്സും ഒക്കെ വളരെ ഡിഫറെന്റ് ആണ്. ഞാൻ കോഴിക്കോട് തന്നെ സിമിലർ ആയിട്ടുള്ള പാരഗൺ സ്റ്റൈൽ സിമിലർ
സിമിലർ ആയിട്ടുള്ള ലഗൂൺ ബിരിയാണി സർവ് ചെയ്യുന്ന ഒരുപാട് ഷോപ്സ് ഉണ്ട്. അവിടെ ഞാൻ റഹ്മത്ത് എന്നോ സുൽത്താൻ എന്നോ പേരുള്ള ഏതൊരു റെസ്റ്റോറൻറ്റ് സിമിലർ ആയിട്ട് തന്നെയാണ് പാരഗണിന്റെ ബിരിയാണി പോലെ തന്നെ നമുക്ക് സിമിലർ ആയിട്ട് ഫീൽ ചെയ്യും. അതേ സ്റ്റൈൽ ബിരിയാണി സർവ് ചെയ്യുന്ന ഒരു ഷോപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ. അത് അവിടെ അന്യ തിരക്കാണ്, ഇതുപോലെ തന്നെ അന്യ തിരക്കാണ്. ഒരുപാട് വർഷമായതുകൊണ്ട് എനിക്ക് ആ ഷോപ്പിന്റെ പേര് ഓർമ്മയില്ല. ബട്ട് എന്തോ റഹ്മത്തെന്നോ അല്ലെങ്കിൽ എന്തോ ലൈക്ക് സിമിലർ ആണ്, ഭയങ്കര ഫേമസ് ആണ് അവരും. പേര് ഞാൻ വിട്ടുപോയി. ശരി, ഇനി എന്താണ് പാരഗൺ ബിരിയാണി പറ്റിയുള്ള എൻ്റെ അഭിപ്രായം? ഞാൻ ഇന്ന് ലുലുവിൽ നിന്ന് കഴിച്ച പാരഗൺ ബിരിയാണി ഒത്തന്റിക് സ്റ്റൈൽ അവരുടെ പാരഗണിലെ ബിരിയാണി ആണെന്ന് ചോദിച്ചാൽ ഒരു 80% അവരുടെ ബിരിയാണി, ഒരു 20% അവരുടെ ബിരിയാണിയുടെ ടേസ്റ്റോ നീതിയോ പോലെ പുലർത്തിയിട്ടില്ല. ഐ മീൻ ലൈക്ക് നമ്മൾ കോഴിക്കോട് പോയിട്ട് ഒരു പാരഗൺ ബിരിയാണി വാങ്ങിച്ച് കഴിക്കുന്ന ഫീൽ അല്ല നമ്മൾ ലുലുവിനകത്ത് നിന്ന് ഒരു പാരഗൺ ബിരിയാണി വാങ്ങിച്ച് കഴിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത്. അവർ ഉപയോഗിക്കുന്ന സെയിം മസാലയും സെയിം പ്രൊഡക്റ്റും സെയിം ക്വാളിറ്റി റൈസും സെയിം ക്വാളിറ്റി ചിക്കനും ഒക്കെ തന്നെ ആയിരിക്കാം. ഈവൻ ചിക്കൻ പോലും ഭയങ്കര സോഫ്റ്റ് ആണ്, നമ്മൾ പിടിച്ചറിഞ്ഞ് വരുന്ന രീതിയിൽ ഭയങ്കര നല്ല ബിരിയാണിയാണ്, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് എല്ലാം ഉള്ളത്. പക്ഷേ എനിക്ക് പേഴ്സണലി ഞാൻ അവിടെ ഇരുന്ന് പോയി കഴിച്ചത് ചിലപ്പോൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്തിട്ട് നമ്മളിത് കഴിക്കാൻ വേണ്ടി പോയിട്ട് അത് ക്യൂ നിന്ന് കഴിക്കുമ്പോൾ ഉള്ള വിശപ്പിന്റെ ആ ഒരു സുഖം കൊണ്ടാണ് എന്തോ ടേസ്റ്റ് ഫീൽ ചെയ്തത്. പക്ഷെ എനിക്ക് എന്തോ ആ ഒരു ടേസ്റ്റും ഈ ഒരു ടേസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് അതാണ് ബെറ്റർ ആയിട്ട് തോന്നിയത്. അത്രയും ഒരു സംഭവം ഈ ഔട്ട്ലെറ്റിൽ അവർ സെർവ് ചെയ്യുന്നുണ്ടോന്ന് വെച്ചാൽ അത്രയും ഒരു ടേസ്റ്റ് ഇവർ ഉണ്ടോന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. സോ പാരഗണെ പറ്റി എനിക്ക് ഇതാണ് പറയാനുള്ളത്. പാരഗൺ ഈസ് ലൈക്ക് നല്ല ബിരിയാണി, പക്ഷേ അതൊരു ഞാൻ ഒരിക്കലും തിരുവനന്തപുരത്ത് ഒരു ബെസ്റ്റ് ബിരിയാണി ആണോ എന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് നല്ലൊരു ബിരിയാണി ഷോപ്പ് ഇതാണെന്ന് പറഞ്ഞ് ഒരിക്കലും എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. പാരഗൺ ബിരിയാണി നല്ലൊരു ബിരിയാണിയാണ്, അവിടെ നമുക്ക് നല്ലൊരു ബിരിയാണി വാങ്ങിച്ച് കഴിക്കാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അല്ലാത്ത പക്ഷം ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ കിട്ടുന്ന ഏറ്റവും നല്ല ബിരിയാണി ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല. എനിക്കിതല്ല, എനിക്ക് നല്ലൊരു ബിരിയാണി ഷോപ്പ് അതാണ്, നമുക്ക് നല്ല വിശ്വസിച്ച് പോയി കഴിക്കാൻ പറ്റുന്ന ഒരു ഷോപ്പായിട്ട് നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഷോപ്പിനെ റെക്കമെൻഡ് പറയുകയും ചെയ്യുമ്പോൾ എനിക്ക് ഷോപ്പിലെ ബിരിയാണി മാത്രമല്ല, ഫുഡ് മാത്രമല്ല, അവർ സെർവ് ചെയ്യുന്ന രീതി, അവരുടെ സർവീസ്, അവരുടെ ഹൈജീൻ, അവരുടെ പാർക്കിംഗ് സ്പേസ്, കംപ്ലീറ്റ് ഷോപ്പിനകത്ത് നമുക്ക് പോയി കഴിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണെങ്കിൽ നല്ലൊരു ബിരിയാണിക്ക് വേണ്ടി നമുക്ക് ലുലുവിൽ പോയി ഒരു ബിരിയാണി കഴിക്കാൻ വേണ്ടി മാത്രം നമുക്ക് ഒരിക്കലും പാരഗണിനകത്ത് പോയി കഴിക്കാൻ പറ്റില്ല. അങ്ങനത്തെ സെറ്റപ്പിലല്ല അവരുള്ളത്. ഇത്രയും റേറ്റ് കൊടുത്ത് നമുക്ക് ഒരു സാധനം ഒരിക്കലും കഴിക്കാൻ പറ്റില്ല. നമ്മൾ ലുലുവിലൊക്കെ പോകുന്ന സമയത്ത്, പർച്ചേസിനൊക്കെ പോകുന്ന സമയത്ത് ഒരു ബിരിയാണി കഴിക്കണമെങ്കിൽ നമുക്ക് അവിടെ കയറി ബിരിയാണി കഴിക്കാം. അല്ലാതെ നമുക്ക് പുറത്തെ ഔട്ട്ലെറ്റിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഔട്ട്ലെറ്റ് ഞാൻ വിസിറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ അവിടുത്തെ ബിരിയാണിയുടെ ടേസ്റ്റ് ഇതേപോലെ സിമിലർ ആണെന്നുണ്ടെങ്കിൽ മേ ബി ലൈക്ക് ഐ വിൽ നോട്ട് റെക്കമെൻഡ്. ഞാൻ അത്രയും റെക്കമെൻഡ് ചെയ്യില്ല. ഈ റേറ്റിൽ നമുക്ക് ഇതിനേക്കാളും റേറ്റ് കുറവിൽ ഒരുപാട് നല്ല ബിരിയാണീസ് നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, അവിടെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതായിരിക്കും. സോ അതുകൊണ്ട് ആൾക്കാരെ കൂടുതൽ റെക്കമെൻഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവിടെ പോയി കഴിച്ചത്. പേഴ്സണലി ഞാൻ ഒരിക്കലും പാരഗൺ ബിരിയാണിയാണ് ബെസ്റ്റ് ബിരിയാണി ഇപ്പൊ തിരുവനന്തപുരത്ത് കിട്ടുന്ന ബിരിയാണിയായിട്ട് നമുക്ക് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പാരഗണത്ത് കയറി കഴിഞ്ഞാൽ അവരെ കിച്ചൺ നമുക്ക് കാണാം, ഓപ്പൺ കിച്ചനാണ്, അവർ സെർവ് ചെയ്യുന്നത്, അവർ പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ പാഴ്സലിന് വേണ്ടി സെപ്പറേറ്റ് കൗണ്ടറൊന്നും ഇല്ല. അവിടെ എന്തായാലും വരുന്ന ആൾക്കാർ കുറച്ചൊരു വെയിറ്റ് ചെയ്യും. അങ്ങനെ ഒരു തിക്കും തിരക്കൊന്നും അവിടെ കണ്ടില്ല. അത്യാവശ്യം വയലായിട്ടുള്ള ഏരിയയാണ്. പിന്നെ ലുലുവിനെ പുറത്തിറങ്ങി നമുക്ക് എന്തായാലും പാഴ്സൽ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലമുണ്ട്, സ്പേസ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റിനകത്തൊന്നും കയറി നിൽക്കില്ല. സോ പാഴ്സൽ കൗണ്ടറും സെപ്പറേറ്റ് കൊടുത്തില്ല. അതൊരു നെസസിറ്റി ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അതിനുശേഷം ഞാൻ നേരെ പോയത് സംസമിലാണ്. സംസം ബിരിയാണിയെ പറ്റി എനിക്ക് പറയാനുള്ളത്, സംസം ആക്ച്വലി അത്യാവശ്യം പാർക്കിംഗ് സ്പേസ് ഉള്ള നല്ല വലിയൊരു റെസ്റ്റോറന്റ് ആണ്. ഒരുപാട് വൈഡ് ഏരിയ ഉണ്ട്. 3 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. കയറി ചെല്ലുമ്പോൾ ഒരു സ്ഥലം, ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കയറുമ്പോൾ വേറൊരു സ്ഥലം, ടോപ്പിലുണ്ട് സോഫയായിട്ടിരിക്കാൻ ഫാമിലി ഏരിയയെ വേണ്ടി സെപ്പറേറ്റ് സ്ഥലം, അവിടെ നിസ്കരിക്കാനുള്ള സംവിധാനമുണ്ട്. നിസ്കരിക്കാൻ വേണ്ടി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് സംവിധാനമുണ്ട്. വലിയ അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു റെസ്റ്റോറന്റ് ആണ്. പാർക്കിംഗ് ഏരിയ ഫ്രണ്ടിലും ഉണ്ട്. ഒരു വേറൊരു ഏരിയയിൽ കുറച്ച് മാറിയിട്ട് വണ്ടി ഇടാനുള്ള സെറ്റപ്പ് അവർ തരുന്നുണ്ട്. സെക്യൂരിറ്റി അറ്റൻഡീവ് ആണ്, അയാളുടെ പണി വൃത്തിയായി ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വളരെ വൃത്തി ഉണ്ടോന്ന് ചോദിച്ചാൽ വൃത്തി കേടുണ്ടെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ്. സംസം വൺ ഓഫ് ദ ക്രൗഡസ്റ്റ് ആയിട്ടുള്ള റെസ്റ്റോറന്റ് ഇൻ തിരുവനന്തപുരമാണ്. ഭയങ്കര തിരക്കാണ് അവിടെ. ഞാൻ വെള്ളിയാഴ്ച ദിവസമാണ് പോയത്. ഒരു ഉച്ച ഒരു 1 മണി 1:30 അവർ ഓപ്പൺ ചെയ്യുള്ളൂ. പള്ളിയൊക്കെ പിരിഞ്ഞിട്ട് അവർ ഓപ്പൺ ചെയ്യുള്ളൂ. ആ സമയത്താണ് ഞാൻ എത്തിയത്. ആ തുറന്ന സമയത്ത് തന്നെ അതിനകത്ത് റെസ്റ്റോറന്റ് ഫുള്ളാണ്. അത്രയും ആള്. ഐ മീൻ താഴത്തെ സെക്ഷൻ ഫുള്ളാണ്, മോഡലല്ല. അപ്പം സൈഡിലൊക്കെ വീണ്ടും ആൾക്കാർ ഇരിക്കുന്നു. ജ്യൂസും അതിനൊക്കെ സെപ്പറേറ്റ് സെക്ഷൻ അവർ കൊടുക്കുന്നുണ്ട്. സാധാരണക്കാർ കൂടുതലും സംസമിൽ വരാറുണ്ട്. ഒത്തിരി സാധാരണക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്ന റെസ്റ്റോറന്റ് ആണ് കേട്ടോ സംസം. ഈ പറഞ്ഞ പാരഗൺ ആണെങ്കിലും സംസം ആണെങ്കിൽ പോലും ഡെയിലി അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അത്രയും ഒരു പോപ്പുലാരിറ്റി ഉള്ള റെസ്റ്റോറന്റ് ആണ് ഞാൻ പറയുന്നതാണ്. തിരുവനന്തപുരത്ത് സംസമിനകത്തൊക്കെ എവറി ഡേ ഒക്കെ ഫുഡ് കഴിക്കാനൊക്കെ പോകുന്ന ആൾക്കാർ എനിക്കറിയാം. സംസമിന്റെ വാഷ് ഏരിയ, ബാത്റൂം ഒക്കെ മോഡറേറ്റ്ലി ക്ലീൻ ആണ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കുഴപ്പമില്ല. ബട്ട് ഇരുന്നിരുന്ന് തഴമ്പിച്ച ക്ലോസറ്റ് ഒക്കെയാണ് അവിടെ കണ്ടത്. ഞാൻ ക്ലീൻ ആണ്, നീറ്റായിട്ടുണ്ട്. നമ്മുടെ ഈ ഹാൻഡ് വാഷ് ഒക്കെ ഉണ്ട്, നിറച്ചാണ് വെച്ചേക്കുന്നത്. ചില റെസ്റ്റോറൻറ്റ് ചെല്ലുമ്പോൾ ഹാൻഡ് വാഷ് അടിക്കുമ്പോൾ കാറ്റാണ് അതിനകത്ത് വരുന്നത്. ഇവർക്ക് സാധനങ്ങളൊക്കെ ഉണ്ട്, വൃത്തിയുണ്ട്. ടിഷ്യൂ പേപ്പർ ഒന്നും വെച്ചേക്കുന്നത് എവിടെയും കണ്ടില്ല. ഞാൻ ശ്രദ്ധിക്കാത്തതാണെന്ന് അറിയില്ല. മേ ബി ലൈക്ക് കാണണം. പിന്നെ വാഷ് ഏരിയ ഒക്കെ നീറ്റാണ്. ഒരുപാട് ആൾക്കാർ വരുന്ന എപ്പോഴും തിരക്കുള്ള റെസ്റ്റോറന്റ് ആണ്. ബട്ട് അവരെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ബട്ട് ഭയങ്കര ഹൈജീനിക് ആണെന്ന് ഞാൻ പറയില്ല. ആ ഏരിയ ഒക്കെ ഓക്കെ ആണെന്ന് ഞാൻ പറയുള്ളൂ. എപ്പോഴും വന്ന ആൾക്കാർക്ക് അവർക്കും ക്ലീനിങ് സ്റ്റാഫിനും ടൈം വേണമല്ലോ ഒന്ന് ഇതാക്കി എടുക്കാൻ. അക്കാര്യത്തിൽ അവർ ഓക്കെയാണ്. പാർക്കിംഗ് വൈസും ഒക്കെ ഓക്കെയാണ്. നമുക്ക് ഒന്ന് കഴിക്കാനും കയറി ഇരിക്കാനും പറ്റുന്ന റെസ്റ്റോറന്റ് ആണ്. മോശമല്ല.
മോശമല്ല. ഇവരുടെയും കിച്ചണൊക്കെ ഫ്രണ്ടിലാണ്, നമുക്ക് വെളിയിൽ നിന്ന് കാണാൻ പറ്റും കിച്ചണിൽ പരിപാടിയൊക്കെ നടക്കുന്നത്. ഇനി പാഴ്സൽ വാങ്ങാനും പാഴ്സൽ പറയാനും ഒരു സെപ്പറേറ്റ് കൗണ്ടർ ഉണ്ട്. പക്ഷെ പാഴ്സലിന്റെ കൗണ്ടറിൽ പോയിട്ട് നമ്മൾ പാഴ്സൽ ഓർഡർ ചെയ്തിട്ട് അകത്ത് വരുമ്പോൾ കിച്ചൺ നമ്മൾ കയറി ചെല്ലുന്ന ഡോറിന്റെ ഫ്രണ്ടിൽ തന്നെ ആൾക്കാർ കൂടുന്നു. അവിടെ ഇട്ട് തന്നെ സ്റ്റാഫുകൾ പാഴ്സൽ പൊതിയുന്നു. അവിടെ നിന്ന് തന്നെ സെർവിങ്ങിലോട്ട് ടേബിളിലോട്ടൊക്കെ സാധനങ്ങൾ പോകുന്നു. പാഴ്സൽ കൗണ്ടർ സെപ്പറേറ്റ് വെച്ചിട്ട് പാഴ്സലിന് വേറെ ഒരു സംവിധാനമല്ല, അവിടെ തന്നെ ഇരുന്ന് നമ്മൾ പാഴ്സൽ ചെയ്യും. അതെനിക്ക് മനസ്സിലായി, ലോജിക്കലി ഇൻകറക്റ്റ് ആണല്ലോ. കാരണം നിങ്ങൾ പാഴ്സൽ കൗണ്ടർ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, അതിന്റെ സൈഡിൽ തന്നെ പാഴ്സൽ ഫുഡ് അവിടെ നിന്ന് പോയിട്ട് അവിടെ തന്നെ സെർവ് ചെയ്ത് പൊതിഞ്ഞ് നമുക്ക് സെറ്റായി കൊടുത്താൽ പോയായിരുന്നു. ഫ്രണ്ടിൽ നിന്ന് തന്നെ സെർവ് ചെയ്ത് ഫുഡ് എടുത്ത് കൊണ്ടുപോവുകയാണ്. അതിന്റെ സൈക്കോളജി എന്താണെന്ന് എനിക്ക് മനസ്സിലായി. മേബിലേക്ക് ആൾക്കാർ കാണട്ടെ നമ്മൾ ഇത്രയും ടേബിൾ സെറ്റപ്പാണ് ചെയ്യുന്നതെന്നാണോ. ബട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് പേഴ്സണലി അങ്ങനെ എനിക്ക് ഒരു റെസ്റ്റോറൻറ്റ് അകത്തോടെ എൻ്റർ ചെയ്യുമ്പോൾ അവിടെ കുറച്ച് സ്പേസ് ഒക്കെ വേണം. നമ്മളെ വെൽക്കം ചെയ്ത് അകത്ത് പോകുന്നതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര ക്രൗഡായിട്ട് ആൾക്കാർ തിരഞ്ഞിരുന്ന് നോക്കിക്കൊണ്ടൊക്കെ നിന്ന് അങ്ങനെ ഒരു സംവിധാനം എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. പക്ഷേ സംസമിൽ അങ്ങനെ ഞാൻ ക്രൗഡൊന്നും കണ്ടില്ല. അവർ പാഴ്സൽ പറഞ്ഞ ആൾക്കാർ സൈഡിലോട്ട് മാറിക്ക് വെളിയിൽ എവിടെയെങ്കിലും ഇറങ്ങി നിൽക്കും. അങ്ങനെ സെറ്റപ്പാണ്. പക്ഷേ ഭയങ്കര തിരക്കാണ് കേട്ടോ. എപ്പോഴും ഇങ്ങനെ ആൾ വന്നും പോയി നിൽക്കും. ഇനി ഇവരുടെ ബിരിയാണി, സോ ഇതും സിമിലർ ക്വാണ്ടിറ്റി ആണ് കേട്ടോ. റൈസിനും ഇതിനൊക്കെ സിമിലർ ക്വാണ്ടിറ്റി ആണ്. ഒരു മുട്ട ഉണ്ട് എന്നുള്ള ഒരു ഉപയോഗം മാത്രമേ ഇതിനകത്തുള്ളൂ. ഇത് ലൈക്ക് വേണ്ട, റൈത്ത അല്ല സലാഡാണെന്ന് തോന്നുന്നു. കുറച്ച് റൈത്ത, ചിക്കൻ ഭയങ്കര ഡ്രൈ. അടിയിലോട്ട് പോകുമ്പോൾ കുറച്ച് മസാല ഉണ്ട് ഗൈസ്. ഇപ്പോൾ പാരഗൺ വെച്ച് നോക്കുകയാണെങ്കിൽ ചിക്കൻ അത്രയും ക്വാളിറ്റി ഐ ഡോണ്ട് ഫീൽ, എനിക്ക് അത്രയും ക്വാളിറ്റി ഫീൽ ചെയ്യുന്നില്ല. ഫ്ലേവർ ഇല്ല ഗൈസ് ഒട്ടും. റൈസിന് തീരെ ഫ്ലേവർ ഇല്ല. ആ ഒരു നെയ്യുടെ സ്മെല്ല് മാത്രമേ ഉള്ളൂ. ആ സ്പൈസസിന്റെ യാതൊരു ഫ്ലേവറും എനിക്ക് റൈസിനകത്ത് കിട്ടിയില്ല. ദം ചെയ്ത ബിരിയാണി ഇവിടുന്ന് ആൾക്കാർ എന്തുകൊണ്ടായിരിക്കും ഇത്രയും ഈ ബിരിയാണി റെക്കമെൻഡ് ചെയ്തത് എനിക്കറിയില്ല. 200 രൂപയുള്ള ബിരിയാണിക്കുണ്ട്. ഇപ്പോൾ 120, 130 വെയ് ബെറ്റർ ബിരിയാണീസ് നമുക്ക് കിട്ടും. ഇവിടെ ഈ റൈസ് ഒന്നും പ്രതീക്ഷിക്കരുത്. ഈ ഒരു സ്മോൾ റൈസിലൊന്നും നമുക്ക് അത് കിട്ടില്ല, ജീര റൈസിൽ കിട്ടില്ല. ഇറ്റ്സ് ഓക്കെ, ഇത് ഓക്കെ ബിരിയാണിയാണ്, അത്രേ ഉള്ളൂ. ഇതിൽ മസാല ഇല്ല, തീരെ മസാലയില്ല. ഇറ്റ്സ് വെരി ഡ്രൈ. ഇവരുടെ ബിരിയാണി ഈസ് ലൈക്ക് ഇവരും ചെറിയ ജീര റൈസാണ് ഉപയോഗിക്കുന്നത്. ടേസ്റ്റ് വൈസ് ഇവർക്ക് മസാല വളരെ കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആക്ച്വലി റൈസിനകത്ത് മസാല അല്ല. പക്ഷെ നമ്മൾ പാരഗണിലെ ബിരിയാണി നോക്കുകയാണെങ്കിൽ ഒരാൾക്ക് ഇനഫ് ക്വാണ്ടിറ്റിയിൽ കഴിച്ച് നമുക്ക് സംതൃപ്തി അടയാനുള്ള മസാല അതിനകത്തുണ്ട്. പക്ഷേ ഇവർക്ക് ഒരുപാട് മസാല കുറവായിരുന്നു. റൈസിൽ കുറച്ച് ഡ്രൈ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചിക്കൻ വൈസ് കുറച്ച് ടൈറ്റായിരുന്നു. ഇച്ചിരി ഹാർഡായിട്ട് ചിക്കൻ എനിക്ക് ഫീൽ ചെയ്തു. ബട്ട് ഇറ്റ്സ് എ ഓക്കെ ബിരിയാണി. ദർ ഈസ് നോ ക്വസ്റ്റ്യൻ. ഒരിക്കലും പാരഗൺ ബിരിയാണിയായിട്ട് നമുക്ക് സംസം ബിരിയാണി കമ്പയർ ചെയ്യാനേ പറ്റില്ല. പക്ഷേ നമുക്ക് ഒരു ഫുൾ ക്വാണ്ടിറ്റി ഒരു ബിരിയാണി നമുക്ക് സംസം വാങ്ങിച്ച് കഴിച്ചാൽ നമുക്ക് വയറൊക്കെ നിറയും. അവർ അതിന്റെ കൂടെ തരുന്ന സാധനങ്ങൾ റൈത്ത, പിക്കിൾ എന്ന് പറയുന്നത് അവർ ഒരു പാക്കറ്റ് പിക്കിളാണ് തരുന്നത്. പിന്നെ ഒരു മുട്ട ഉണ്ട് അതിനകത്ത്. സോ അപ്പോൾ അവരുടെ ബിരിയാണി ഇതാണ്. അവർ ജീര റൈസ് ഒക്കെ തന്നെയാണ് യൂസ് ചെയ്തത്. പക്ഷെ ഒരിക്കലും നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നല്ല നെയ്യുടെ സ്മെല്ല്, നമ്മളെ സ്മെല്ല് ചെയ്യുമ്പോൾ നെയ്യുടെ സ്മെല്ലൊക്കെ നമുക്ക് അതിനകത്ത് കിട്ടും. ഒരു ബെസ്റ്റ് ബിരിയാണി ഓഫ് തിരുവനന്തപുരം എന്ന് പറഞ്ഞൊരു പോൾ ചെയ്തിട്ടപ്പോൾ ആൾക്കാർ കൂടുതൽ റെക്കമെൻഡ് ചെയ്തതിനെ പറ്റി എനിക്ക് എന്താണെന്ന് അറിയില്ല. ദർ ഈസ് നോ ചാൻസ്. നമുക്ക് അങ്ങനെ ഒരു ബിരിയാണി അല്ലത് സംസം ബിരിയാണി. നമുക്ക് അങ്ങനെ ഒരു നോർമൽ ബിരിയാണി, നല്ല ബിരിയാണി നമുക്ക് പോയി ഫാമിലിയൊക്കെ ആയിട്ട് പോയി നമുക്ക് അവിടെ പോയിരുന്ന് കഴിക്കാം. നല്ല റെസ്റ്റോറൻറ്റ്, അവർക്ക് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അവർക്ക് അവിടെ ബെസ്റ്റ് ഐറ്റം ഇതൊന്നും അല്ല എന്ന് എനിക്ക് തോന്നുന്നു. ബിരിയാണി അല്ല അവരുടെ സംസമിലെ ബെസ്റ്റ് ഐറ്റം എന്തെന്ന് എനിക്കറിയില്ല. ബെസ്റ്റ് ആണ്, ഓക്കെയാണ്, നല്ലൊരു സാധനമാണ്. പക്ഷെ ഒരിക്കലും ഈ തിരുവനന്തപുരം ജില്ലയിലെ ബെസ്റ്റ് ബിരിയാണി അല്ലത്. ഈ രണ്ടും അല്ല, പാരഗണും അല്ല, സംസവും അല്ല. എൻ്റെ ഒപ്പീനിയൻ ആണ്. നമുക്ക് ഈ രണ്ട് ബിരിയാണി ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. അതിനേക്കാളും നല്ല അടിപൊളി ബിരിയാണീസ് തിരുവനന്തപുരം ജില്ലയിൽ കിട്ടുന്നുണ്ട്. റെസ്റ്റോറൻറ്റ് വൈസ് 2 റെസ്റ്റോറൻറ്റ്സ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അവർ നല്ല വൃത്തിയായി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് സമാധാനമായിട്ട് പോയിരുന്ന് കഴിക്കാനുള്ള അറ്റ്മോസ്ഫിയർ നമുക്ക് ലുലു പാരഗണിനകത്തുണ്ട്. ബട്ട് ഇവിടെ അങ്ങനെ കിട്ടില്ല. ഇവിടെ ഭയങ്കര ക്രൗഡഡ് ആണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റിൽ പോയിരുന്ന് കഴിച്ചാൽ നല്ലതാണ്. നമുക്ക് പോയി ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി വരാം. ഇവിടെ എല്ലാം സെർവ് ചെയ്യുന്നുണ്ട്. സർവീസ് ഒക്കെ ഓക്കെയാണ്. സ്റ്റാഫുകളൊക്കെ പുറത്ത് കൗണ്ടർ ചെയ്യുന്ന സ്റ്റാഫുകളൊക്കെ നല്ലതാണ്. അവർ നല്ലപോലെ തന്നെ ബിഹേവ് ചെയ്ത് തിരക്കുണ്ടെങ്കിൽ പോലും അവർ അറ്റൻറ്റീവ് ആണ്. അവർ നോക്കാതെ മൈൻഡ് ചെയ്യാൻ ഇരുന്നിട്ടില്ല. സംസമിലെ സ്റ്റാഫും പാരഗൺ ഓഫ് കോഴ്സ് നല്ലതാണ്. അവർ അത്രയും തിരക്കുള്ള റെസ്റ്റോറൻറ്റ് അല്ല, ഒരു ഫൈൻ ഡൈനിങ് സെറ്റപ്പ് ചെയ്യുന്നതാണ്. ബട്ട് ഇവർ അങ്ങനെ അല്ലെങ്കിൽ പോലും ഇവരൊക്കെ സ്റ്റാഫൊക്കെ നല്ലതാണ്. ഇവരെല്ലാവരും നല്ല അറ്റൻറ്റീവ് ആയിട്ടുള്ള ചെയ്തേക്കുന്നത്. പക്ഷേ ബിരിയാണി വൈസ് ടേസ്റ്റ് വൈസ് ഞാൻ പറയുന്നത് ഒരിക്കലും എനിക്ക് ഒരു റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ബെസ്റ്റ് ബിരിയാണി എന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ലെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അങ്ങനെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോപ്പ് അല്ല സംസം. അത് ഹോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഷോപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഷോപ്പൊക്കെ റെക്കമെൻഡ് ചെയ്യാം. നമുക്ക് പോയിരുന്ന് കഴിക്കാൻ നമുക്ക് പെട്ടെന്ന് കിട്ടും സാധനം. ഇവിടെ എനിക്ക് തോന്നുന്ന ഒരു പാഴ്സൽ ഞാൻ പറഞ്ഞൊരു 10 മിനിറ്റ്സിന് താഴെ എനിക്ക് എടുത്തോളൂ സമയം. അവർ പെട്ടെന്ന് തന്നെ പാഴ്സലൊക്കെ തന്നു കേട്ടോ സംസമിനകത്ത്. ഹൈവേയുടെ സൈഡിലാണ്, ഡ്രൈവ് ത്രൂ ആണ്. നമുക്ക് നേരെ വണ്ടി കയറ്റി പാർക്ക് ചെയ്യാം. പെട്ടെന്ന് തന്നെ നമുക്ക് അകത്ത് കയറി വണ്ടിയൊക്കെ ഇട്ട് സെർവ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ പിന്നെ ഒരുപാട് ഐറ്റംസ് കഴിക്കാൻ പറ്റും. ഇവിടെ ഒരുപാട് സ്പേസ്, മുകളിൽ നമുക്ക് ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ടോപ്പിൽ പോയിട്ട് നമുക്ക് കഴിക്കാം. നല്ല റെസ്റ്റോറൻറ്റ് തന്നെയാണ്. പക്ഷേ ടേസ്റ്റ് വൈസ് ഞാൻ ഒരിക്കലും ബിരിയാണിയുടെ കാര്യത്തിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഇറ്റ്സ് എ നോർമൽ ആൻഡ് ഓക്കെ ബിരിയാണി, അത്രേ ഉള്ളൂ. സോ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ തന്നെ തിരുവനന്തപുരത്ത് ബെസ്റ്റ് ബിരിയാണി എന്ന് പറഞ്ഞ് എനിക്ക് ഏറ്റവും കൂടുതൽ റെക്കമെൻഡേഷൻ കിട്ടിയ 2 ഷോപ്പാണ് ഞാൻ ഇന്ന് പോയി വിസിറ്റ് ചെയ്തത്. സോ ഇതായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ്. സോ പേഴ്സണലി ഞാൻ ഈ 2 ഷോപ്പുകളും തിരുവനന്തപുരത്ത് ബെസ്റ്റ് ബിരിയാണിയാണെന്ന് എനിക്ക് പേഴ്സണലി പറയാൻ പറ്റില്ല. അപ്പോൾ ഇനി ഞാൻ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നു തിരുവനന്തപുരത്തെ ബെസ്റ്റ് ബിരിയാണിയാണെന്ന് കണ്ടുപിടിക്കാനുള്ള എൻ്റെ ക്വസ്റ്റ് തുടർന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് അടുത്തൊരു റെസ്റ്റോറൻറ്റ് റിവ്യൂ വീഡിയോയിൽ വീണ്ടും കാണാം ഗൈസ്. അതുവരേക്കും ബൈ.